2026 പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഏതൊരു പുതുവർഷവും സന്തോഷത്തിൻ്റെയും സന്തുഷ്ടിയുടെയും എല്ലാം സന്ദേശമാണ് നമ്മളിൽ ഓരോരുത്തരിലും വിതയ്ക്കുക. പുതിയ വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് എല്ലാ കാലഘട്ടത്തും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രതിജ്ഞയുടെയും എല്ലാം ഒരു തയ്യാറെടുപ്പാണ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ സഹകരണ മേഖലയുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഈ പുതുവർഷത്തെ നോക്കിക്കാണാനുള്ള എളിയ ശ്രമമാണ് ഇന്നത്തെ കോപ്പ് ടോക്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുന്നതോടൊപ്പം ഇതിനായി ഞാൻ തയ്യാറാക്കിയ ഒരു പുതുവർഷ കുറിപ്പ്, കോപ്പ് ടോക്സിനായി ഞാൻ തയ്യാറാക്കിയ പുതുവർഷ കുറിപ്പ് പ്രത്യേകം ശബ്ദം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഇന്ന് ഈ പുതുവർഷത്തിലെ സഹകരണ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുറിപ്പിന് ശബ്ദം കൊടുക്കുന്നത് സഹകാരി ന്യൂസിൻ്റെ എഡിറ്ററും സഹകാരൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറുമായ ശ്രീമതി ചാന്ദിനി കൃഷ്ണകുമാറാണ്. അപ്പോൾ ആദ്യ സെഷൻ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്. ആ പ്രസൻറ്റേഷൻ ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്, പറയുകയാണ്. നമ്മുടെ നാട് വൈജാത്യങ്ങളുടെ ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നാടാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് സഹകരണത്തിൻ്റെ കൂടി സ്വന്തം നാടാണ്. സഹകരണം സാർവജനീനമായ ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ വളർച്ചയുടെ ഗതിവിഗതികൾ പരിശോധിച്ചാൽ ഭാരതത്തിൽ അതിന് ഏറ്റവും വേരോട്ടം കിട്ടിയ നാട് ഈ കൊച്ചു കേരളമാണ് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും സന്തോഷം നൽകുന്ന വസ്തുതയാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് മഹാനായ ഗാന്ധിജിയാണ്. നമ്മുടെ രാജ്യത്തെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ, അടിസ്ഥാന കാഴ്ചപ്പാടുകളിൽ സഹകരണത്തിനു കൂടി പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം പൊതുവെ അവതരിപ്പിക്കപ്പെട്ടത് നെഹ്റുവിയൻ കാഴ്ചപ്പാടുകളുടെ പിന്തുടർന്നാണ്. പഞ്ചവത്സര പദ്ധതികൾ, ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം നമ്മളുടെ പഞ്ചവത്സര പദ്ധതികളിലെല്ലാം സഹകരണത്തിന് പ്രത്യേകമായ ഒരു പരിഗണന കൂടി ലഭിച്ചിരുന്നു എങ്കിൽ പിൽക്കാലത്ത് അതിന് കോട്ട തട്ടിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തെ ക്ഷേമരാഷ്ട്ര സങ്കല്പം കേവലം സർക്കാർ അധിഷ്ഠിതമല്ല. സർക്കാരിനൊപ്പം തന്നെ സാമൂഹ്യ സേവന മാതൃകകളിലും സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളിലും നിരവധിയായ സർക്കാർ ഇതര ഏജൻസികൾ, മതസംഘടനകൾ, ചാരിറ്റി സംഘടനകൾ, സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങൾ, ട്രസ്റ്റുകൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ എല്ലാം കൂടിച്ചേർന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഗതിവിഗതികളിൽ ഇവയെല്ലാം ഏറിയും കുറഞ്ഞും സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് കാണാം. ഈ കൊച്ചു കേരളത്തിൻ്റെ സഹകരണ വായ്പാ മേഖലയുടെ പശ്ചാത്തലത്തിൽ സഹകരണ ബാങ്കിങ്ങിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ പുതുവർഷത്തിൽ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഞാൻ ഈ കോപ്പ് ടോക്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏതൊരു പരിശോധനയിലും സ്ഥിതിവിവര കണക്കുകൾ പ്രധാനമാണ്. കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല, പൊതുവിൽ പ്രാഥമിക കാർഷിക വായ്പാ മേഖല, അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ 31/3/2024 കണക്കുകൾ ലഭ്യമായ അറിവനുസരിച്ച് നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുകയാണ്. സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരുമായി വിവരശേഖരണം നടത്തി കിട്ടിയ ഒരു ഡാറ്റ എന്നുള്ള നിലയിലാണ് ഈ ഡാറ്റയെ കാണേണ്ടതുള്ളൂ. ലഭ്യമായ അറിവനുസരിച്ച് കേരളത്തിൽ, ഞാൻ ആ ഡാറ്റ നിങ്ങളുടെ മുമ്പാകെ പറയാം. സംസ്ഥാനത്തെ പ്രവർത്തനക്ഷമമായ സഹകരണ സ്ഥാപനങ്ങളുടെ എണ്ണം 1595 PACS. അവയുടെ നിക്ഷേപം
1,28,000 കോടിയാകുന്നു. അവയുടെ വായ്പ ബാക്കി 1,04,000 കോടിയാകുന്നു. 1,28,000 കോടി നിക്ഷേപവും 1,04,000 കോടി വായ്പ ബാക്കിയുമുള്ള ശക്തിയുടെ കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ മേഖല 57% സഹകരണ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് എന്ന കണക്കാണ് 31/3/2024, അതായത് 2024 മാർച്ച് 31 സ്ഥിതി വിവര കണക്കുകൾ, ഞാൻ ആദ്യം പറഞ്ഞ കാഴ്ചപ്പാടിൽ ഉള്ള സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം 57% സഹകരണ സ്ഥാപനങ്ങളും പ്രാഥമിക കാർഷിക വായ്പാ മേഖലയിൽ കേരളത്തിൽ നഷ്ടത്തിലാണ് എന്നുള്ളത് സ്ഥിതി വിവര കണക്കുകൾ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പാകെ ഉണ്ട്. മറ്റൊന്ന്, കേരള ബാങ്കുമായി ബന്ധപ്പെട്ട നിക്ഷേപ വായ്പ പരിശോധിക്കുമ്പോൾ 72,000 കോടിയുടെ നിക്ഷേപമുള്ള സംവിധാനമാണ് കേരള ബാങ്ക്. 52,000 കോടി രൂപയോടത്തോളം വായ്പയും കേരള ബാങ്കിനുണ്ട്. കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ 918 സംഘങ്ങളും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കേവലം 677 സഹകരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്. ഇനിയും അവയുടെ ലാഭവും നഷ്ടവും തമ്മിലുള്ള തോത് പരിശോധിക്കുമ്പോഴാണ് നഷ്ടത്തിൻ്റെ ഭീമാകാരമായ അവസ്ഥ നമ്മളെ ആശങ്കപ്പെടുത്തുക. 9,035 കോടി രൂപയാണ് സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ എല്ലാം ചേർന്നുള്ള നഷ്ടം. 9,035 കോടി രൂപയാണ്. എന്നാൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെയും ലാഭം കൂട്ടിയെടുത്താൽ അത് കേവലം 270 കോടി രൂപയിലേക്ക് വരുന്നു. അപ്പോൾ വലിയ നഷ്ടത്തിൻ്റെ, നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും വായ്പയുടെ കാര്യത്തിലും ഒരു സാമ്പത്തിക കണക്കെടുപ്പിൽ അതിശക്തമായ സ്വാധീനം കേരളത്തിലെ സാമ്പത്തിക സമൂഹത്തിൽ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ ചെലുത്തുമ്പോഴും ലാഭക്ഷമതയുടെ കാര്യത്തിൽ അവ വളരെ പിന്നിലാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് കേരളത്തിലെ സഹകരണ മേഖലയെ പുനർസൃഷ്ടിക്കാൻ. അത്തരം ഒരു പുനർസൃഷ്ടിക്ക് ഈ പുതുവർഷം നമുക്ക് അവസരം നൽകേണ്ടതുണ്ട്. അതിന് സഹായകമായ ചില പരിശോധനയും ചില അഭിപ്രായം പങ്കുവയ്ക്കലുകളും ഇതിനോടൊപ്പം ഞാൻ നിർവഹിക്കുകയാണ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ 1976 കാലയളവിലാണ് നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിതമായ രൂപത്തിൽ നടപ്പാവുന്നത്. അതിനുശേഷമാണ് സംസ്ഥാനത്ത് നിരവധിയായ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ അവയുടെ പേര് ഭേദഗതി ചെയ്തുകൊണ്ട്, ബൈലോ ഭേദഗതി ചെയ്തുകൊണ്ട് സർവീസ് സഹകരണ ബാങ്കുകൾ എന്നുള്ള നിലയിലേക്കെല്ലാം നിരവധിയായ സ്ഥാപനങ്ങൾ മാറിയത്, നിക്ഷേപം വന്നത്, വായ്പ കൊടുത്തത്. പ്രൗഢിയുടേതായ, സമൃദ്ധിയുടേതായ ഒരു ഇന്നലകൾ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സ്വന്തമായുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയ ലാഭം ഡിവിഡൻഡായും വിവിധ സാമൂഹ്യ സേവന പദ്ധതികളായും സഹകാരികളിലേക്കും സേവന പദ്ധതികളുടെ ക്ഷേമം പൊതുസമൂഹത്തിലേക്ക് കൂടി സന്നിവേശിപ്പിക്കാൻ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിലെ സ്ഥിതിവിവര കണക്കുകളിലെ നഷ്ടം പുതിയ സേവന പദ്ധതികൾ, സാമൂഹ്യ സേവനത്തിനായി വലിയ തുക ചെലവഴിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കേരളത്തിലെ സഹകരണ ബാങ്കിങ് മേഖലയെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്. വിശേഷ്യ നഷ്ടത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ അപകട സാധ്യത പരിശോധിക്കുന്നതിനും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിനും പകരം ലാഭമോ നഷ്ടമോ എന്ന് നോക്കാതെ തന്നെ അവയുടെ ജനറൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധ ക്ഷേമ പദ്ധതികൾ അംഗങ്ങൾക്കായും പൊതുസമൂഹത്തിനായും സംഭാവനയുടെ രൂപത്തിലും എല്ലാം ചെലവഴിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ ചെലവഴിക്കൽ പ്രക്രിയ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുക. ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായ കാര്യം അതിൻ്റെ ലാഭകരമായ പ്രവർത്തനം തന്നെയാണ്. ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ലാഭത്തിൽ നിന്നും മാറ്റിവെച്ച കരുതലുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് വേണം അത് സാമൂഹ്യ സേവന പദ്ധതികളിലേക്ക് മുതൽ മുടക്കാൻ. പലപ്പോഴും നമ്മളിൽ പലരും മറന്നുപോകുന്ന ഈ യാഥാർത്ഥ്യമാണ് സഹകരണ സ്ഥാപനങ്ങളെ കൂടുതൽ നഷ്ടത്തിൽ നിന്നും വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് നയിക്കുന്ന സ്ഥിതിയിലേക്കും പലപ്പോഴും ആ നഷ്ടം പെരുകി നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും അപൂർവം ചില സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായ കാര്യം, നാം നൽകുന്ന വിഭവം, പ്രധാനപ്പെട്ട വിഭവം, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ
പ്രധാനപ്പെട്ട വിഭവം നിക്ഷേപമാകുന്നു. പരിമിതമായ തുകയാണ് നമ്മൾ ഓഹരി ഇനത്തിൽ കളക്ട് ചെയ്യുന്നുള്ളൂ. ഈ പൊതുസമൂഹത്തിൽ നിന്നും അംഗങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും എല്ലാം നാം സ്വീകരിച്ച നിക്ഷേപത്തെ വായ്പയാക്കി മാറ്റിക്കൊണ്ടാണ് ഓരോ സഹകരണ സംഘങ്ങളും ബാങ്കുകളും പ്രവർത്തിക്കുന്നത്. ഈ നിക്ഷേപകർക്ക് അവർ എപ്പോഴാവശ്യപ്പെട്ടാലും നിക്ഷേപം അടക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പാകെയുള്ള 1-ാം നമ്പർ പ്രിയോറിറ്റി. ഈ പ്രിയോറിറ്റി പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സമീപനം സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സുരക്ഷിതമായി വായ്പ കൊടുക്കുക, ആ വായ്പ യഥാസമയം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സമൂർത്ത നടപടികൾ സ്വീകരിക്കുക എന്നിത്യാദി കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് പുതുവർഷത്തിൽ ഈ കേരളത്തിലെ സഹകരണ മേഖലയിലെ നഷ്ടം കുറയ്ക്കാനും ശക്തിയുടെ ഒരു സഹകരണ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനും എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സഹകരണ മേഖലയിൽ പൊതുവെ ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികളുടെ കാര്യത്തിൽ, ജപ്തിയുടെ കാര്യത്തിൽ വലിയ പിന്നോട്ടടിയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് ഏതൊരു സഹകരണ സ്ഥാപനവും പൊതുസമൂഹത്തിൻ്റെ താല്പര്യം കൂടി സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്. സാധാരണക്കാരാണ് ഒരു സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുക്കാൻ വരുന്നത്. അവർക്ക് സ്വാഭാവികമായും കാർഷിക മേഖലയിലെ പിന്നോട്ടടികൾ, ചെറുകിട തൊഴിൽ മേഖലകളിലെ തൊഴിൽ ലഭ്യത, വരുമാനക്കുറവ്, തൊഴിൽ നഷ്ടം ഇവയെല്ലാം തിരിച്ചടവിനെ ബാധിക്കുന്ന സംഗതിയാണ്. സ്വാഭാവികമായും തിരിച്ചടവ് മുടങ്ങുമ്പോൾ സംഘത്തിൻ്റെ കുടിശ്ശിക ശതമാനം വർദ്ധിക്കുന്നു, സംഘം നഷ്ടത്തിലേക്ക് വരുന്നു, ഘട്ടം ഘട്ടമായി നഷ്ടം വർദ്ധിക്കുന്നു, നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള ശേഷിയെ ബാധിക്കുന്നു, സഹകരണ സംഘത്തിൻ്റെ തകർച്ചയിലേക്ക് അത് ഘട്ടം ഘട്ടമായി നയിക്കുന്നു. അപ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ട സംഗതിയായി മാറുന്നു. നമുക്ക് നമ്മളുടെ സഹകാരികൾക്ക് പരമാവധി ഇളവുകൾ അനുവദിച്ചുകൊണ്ടും ആശ്വാസം പകർന്നുകൊണ്ടും ജപ്തി നടപടികളെ പരമാവധി കുറച്ചുകൊണ്ടും എങ്ങനെ ഈ കുടിശ്ശിക തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് കേരളീയ സമൂഹത്തിൽ ഓരോ സഹകരണ സ്ഥാപനവും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു സംഗതി. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാം, ഏക കിടപ്പാട സംരക്ഷണ നിയമവും പാസ്സായി കഴിഞ്ഞു. പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ഏക കിടപ്പാട സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തതൊന്നും തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ലളിത ന്യായത്തിലേക്ക് അവർ വരികയാണ്. ഈ ലളിത ന്യായം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്ത അപൂർവം ആളുകൾക്ക് മാത്രമാണ് ഏക കിടപ്പാട സംരക്ഷണ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുക. കാരണം അതിന് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വായ്പക്കാർക്കാണ് അതിൻ്റെ ഇളവുകൾ ലഭിക്കുക. വായ്പ എടുത്താൽ അത് തിരിച്ചടയ്ക്കുക എന്നുള്ളത് നമ്മളുടെ ചുമതലയാണ്, ബാധ്യതയാണ്. അത്തരത്തിലുള്ള ഒരു തിരിച്ചടവ് ശേഷിയും തിരിച്ചടവ് സംസ്കാരവും സഹകാരികളിൽ വളർത്തിയെടുക്കാനും അതനുസരിച്ച് സഹകരണ മേഖലയിലെ കുടിശ്ശിക കുറച്ചു കൊണ്ടുവരാനും കൊടുത്ത വായ്പകളെ തിരിച്ചു പിടിക്കാനും അങ്ങനെ നിക്ഷേപകരുടെയും വായ്പക്കാരുടെയും താല്പര്യം ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് അതിൽ നിന്നും ലാഭമുണ്ടാക്കി ആ ലാഭം ഉപയോഗിച്ച് സാമൂഹ്യ സേവന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന് പറയുന്ന ശരിയായ നിലപാടിലേക്ക് ഈ പുതിയ വർഷത്തിൽ തയ്യാറെടുപ്പ് നടത്താൻ ഈ പുതുവർഷ പ്രതിജ്ഞയിൽ നമുക്ക് കഴിയണം. അതിനുള്ള രൂപത്തിലേക്ക് നമുക്ക് സഹകരണ മേഖലയെ മാറ്റിയെടുക്കണം. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം TDSയുമായി ബന്ധപ്പെട്ടാണ്. നിക്ഷേപകർക്ക് പലിശ കൊടുക്കുമ്പോൾ പലിശയിൽ നിന്നും TDS പിടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. സെൻട്രൽ നിയമങ്ങളുടെ ഭാഗമായി വരുന്ന ഇത്തരം സാഹചര്യത്തെ കേരളത്തിലെ സഹകരണ വായ്പാ മേഖലയിലും ബാങ്കിങ് മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ ഉത്കണ്ഠയോടുകൂടിയാണ് നോക്കുന്നത്. പല കോടതി വ്യവഹാരങ്ങൾക്ക് അത് കാരണമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ TDSൻ്റെ കാര്യത്തിൽ ആവശ്യത്തിലധികം ഉത്കണ്ഠയാണ് കേരളത്തിലെ സഹകാരി സമൂഹത്തിനുള്ളത്, അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾക്ക് ജീവനക്കാർക്കുള്ളത് എന്നതാണ് വസ്തുത. TDS നമുക്ക് നഷ്ടപ്പെടുന്ന സംഖ്യയൊന്നുമല്ല, നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന സംഖ്യയാണ്. താൽക്കാലികമായി ചെറിയ പ്രയാസം, ഇന്നലെ ഇല്ലാത്തൊരു പുതിയ കാര്യം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഉണ്ടാക്കാം. അവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിലുള്ള മാറ്റം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു നിയമത്തിൻ്റെ അധാർമികതയെ നാം ചെറുക്കുമ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ കസ്റ്റമർ ബേസ് നഷ്ടപ്പെടാതെ നമ്മളുടെ ഇടപാടുകാരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഇടപെടൽ ശേഷിയും കസ്റ്റമർ ബോധവൽക്കരണവും അല്ലാതെ നമ്മുടെ മുമ്പാകെ വേറെ മാർഗമില്ല എന്ന് ഓരോ സഹകരണ പ്രവർത്തകരും തിരിച്ചറിയേണ്ട കാലയളവാണ്. അതിന് നമ്മുടെ മേഖലയിൽ ഇല്ലാത്തൊരു പുതിയ കാര്യം, ഇപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന വാർഷിക പൊതുയോഗങ്ങളാണ് പലപ്പോഴും സഹകാരികളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന അവസരമെങ്കിൽ കൂടുതൽ കസ്റ്റമർ മീറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, കസ്റ്റമർ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട്
പൊതുസമൂഹത്തിൻ്റെയും നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും വായ്പക്കാരുടെയും എല്ലാം അഭിപ്രായങ്ങളെ കേൾക്കാനും അതിൽ ഉൾക്കൊള്ളാനും ആവശ്യമായ തിരുത്തൽ നടപടി നടത്തേണ്ട ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അങ്ങനെ കസ്റ്റമർ ബോധവൽക്കരണത്തിലൂടെ ശക്തമായ ഒരു ഇടപാടുകാരുടെ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഓരോ സഹകരണ സ്ഥാപനത്തിനും ഈ പുതിയ വർഷത്തിൽ കഴിയേണ്ടതുണ്ട്. ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ള മറ്റൊരു കാര്യം, കേരളത്തിലെ സഹകരണ മേഖലയിൽ ഞാൻ ആദ്യം പരാമർശിച്ച പോലെ വർദ്ധമാനമായ കുടിശ്ശികയിൽ നിന്ന് പരമാവധി ഇളവ് കൊടുത്തുകൊണ്ട് സഹകാരികൾക്ക് കൂടി ആശ്വാസം പകർന്നുകൊണ്ട് എന്നാൽ സ്ഥാപനത്തിൻ്റെ താല്പര്യവും സംരക്ഷിക്കുന്ന ഒരു ഫോർമുല നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടെ നവകേരളീയം പോലുള്ള വൺ ടൈം സെറ്റിൽമെൻറ്റ് സ്കീമുകൾ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് പകർന്നിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ ഈ പദ്ധതികളിൽ ഇന്ന് ഇളവ് അനുവദിക്കാനുള്ള നടപടിക്രമത്തിൽ ഇന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഫ്രീഡം സഹകരണ സംഘം ഭരണസമിതികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവയ്ക്ക് നൽകാൻ കഴിഞ്ഞാൽ അത് കേരളത്തിലെ സഹകരണ വായ്പാ മേഖലയിലെ കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ സഹായകമാകും. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി നിശ്ചിത ഇളവ് നൽകുന്നു. ആ ഇളവുകളുടെ കൃത്യമായ പരിശോധന സഹകരണ വകുപ്പ് നടത്തുന്നു. അതിന് കൂടുതൽ തട്ടുകളിലേക്ക് ഉയർന്നു പോകാതെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽമാർക്ക് ഈ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് താഴേക്ക് കൊടുക്കുന്ന രൂപത്തിലേക്ക് സഹകരണ മേഖലയെ പുനഃസംഘടിപ്പിക്കണം. അതിന് കഴിയുന്ന ചർച്ചകൾ കൂടി ഈ പുതിയ വർഷത്തിൽ സഹകരണ മേഖലയുടെ പുനർസൃഷ്ടിയിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. സഹകരണ മേഖല ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഫയലുകളിൽ തീരുമാനമെടുത്ത് ലഭിച്ചു കിട്ടാനുള്ള അംഗീകാരം കിട്ടാനുള്ള കാലതാമസമാണ്. അതിന് സഹകരണ വകുപ്പ് പലപ്പോഴും പറയുന്ന കാര്യം ജീവനക്കാരുടെ കുറവുണ്ട്. അതിൽ യാഥാർത്ഥ്യം ഉണ്ടാവാം. അത് പറയുമ്പോൾ തന്നെ നാം അതിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, കേവലം ജീവനക്കാരുടെ കുറവ് മാത്രമാണോ സഹകരണ വകുപ്പിലെ ഫയലുകളിൽ തീരുമാനം വൈകുന്നതിന് കാരണമാവുന്നത്? സ്വാഭാവികമായും സഹകരണ വകുപ്പിൻ്റെ ഘടനയിലും അതിൻ്റെ തീരുമാനമെടുക്കാനുള്ള അധികാര ശ്രേണിയിലുമെല്ലാം കാലഘട്ടത്തിനനുസൃതമായ ചില മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതില്ലേ? ഇന്നലകളിൽ ഗവൺമെൻറ് സെക്രട്ടറിമാരിൽ എത്തിയിരുന്ന ചുമതലകൾ സഹകരണ വകുപ്പിലൊക്കെ രജിസ്ട്രാർമാരിലേക്ക് പകരുന്നു. രജിസ്ട്രാർമാരിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ചില കാര്യങ്ങളെല്ലാം ജോയിൻ്റ് രജിസ്ട്രാർമാർക്കും അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാർക്കും എല്ലാം പകർന്നു നൽകുന്നു. ഈ ഡെലിഗേഷനിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വേണം. ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാർ അതാത് താലൂക്കുകളിൽ തന്നെ കൃത്യമായ സഹകരണ വകുപ്പിൻ്റെ രജിസ്ട്രാറുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് തീർപ്പ് കൽപ്പിക്കാനുള്ള കുറേയേറെ അധികാരങ്ങൾ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽമാർക്ക് നൽകുന്ന രൂപത്തിലേക്ക് സഹകരണ വകുപ്പിൻ്റെ ഘടനയെ ഡെലിഗേഷൻ ഓഫ് പവേഴ്സിനെ മാറ്റി എഴുതേണ്ടതുണ്ട്. അത് ഈ നവകേരളീയം പോലുള്ള പദ്ധതികളുടെ കാര്യത്തിലാവട്ടെ, കുടിശ്ശികയ്ക്ക് പലിശയ്ക്ക് എല്ലാം സഹകരണ സംഘങ്ങളുടെ ഭരണസമിതികൾ നൽകുന്ന ഇളവുകളുടെ കാര്യത്തിലാകട്ടെ, അതെല്ലാം ARമാർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ വലിയ മാറ്റമായിരിക്കും മേഖലയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ പൊതുവേ സഹകരണ വകുപ്പിൻ്റെ കൈവശമുള്ള ഫയലുകൾ, നിരവധിയായ ഫയലുകൾ AR ആഫീസിലും ജോയിൻ്റ് രജിസ്ട്രാർ ആഫീസിലും രജിസ്ട്രാർ ആഫീസിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കാര്യത്തിൽ നിശ്ചിത ഫയലുകൾ കൃത്യമായ ഗൈഡ് ലൈൻ നിശ്ചയിച്ചുകൊണ്ട് AR ആഫീസിൽ തീരുമാനിക്കാൻ കഴിയുന്ന ഫയലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ജോയിൻ്റ് രജിസ്ട്രാർക്ക് തീരുമാനിക്കാവുന്ന ഫയലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്താൽ സഹകരണ വകുപ്പിലെ തൊഴിൽ ഭാരം കുറയ്ക്കാനും വളരെ വേഗതയിൽ സംഘങ്ങൾക്ക് അതിൻ്റെ തീരുമാനം കിട്ടുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ എന്താണ് വസ്തുത? 2-3 വർഷങ്ങൾ വരെ സഹകരണ വകുപ്പിൻ്റെ കൈവശം ഇരിക്കുന്ന ഫയലുകളുണ്ട്. അവസാനം ചുമതലയേൽക്കുന്ന പുതിയൊരു ജോയിൻ്റ് രജിസ്ട്രാറോ അസിസ്റ്റൻ്റ് രജിസ്ട്രാറോ ഫയൽ തീർപ്പാക്കാൻ വേണ്ടി ഇടപെടുന്നു. അപ്പോൾ അതിൽ ന്യൂനതയും പറഞ്ഞുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങളിലേക്ക് താഴേക്ക് അയക്കുകയാണ്. അപ്പോൾ ഒരു ന്യൂനത ഉണ്ടായിരുന്നെങ്കിൽ ഫയൽ സമർപ്പിച്ച ആ കാലഘട്ടത്തിൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ സംഘത്തിന് പരിഹരിക്കാനും ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനമെടുക്കാനും അത് സഹായകമായിരുന്നുവെങ്കിൽ ഈ 2-3 വർഷം കഴിഞ്ഞ് നടപ്പാക്കുന്ന നീതി, വൈകി കിട്ടുന്ന നീതി ഒരു നീതി നിഷേധമായി ഫലത്തിൽ മാറുകയാണ്. സഹകരണ വകുപ്പിൽ ഈ ഫയൽ തീർപ്പാക്കുന്ന കാര്യത്തിൽ പുതിയ സംവിധാനങ്ങളും പൊളിച്ചെഴുത്തുകളും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സഹകരണ മേഖലയെ നോക്കിക്കാണുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ പുതുവർഷത്തിൽ പങ്കുവയ്ക്കാനുള്ള ഒരഭിപ്രായം. അതിനോട് ചേർത്ത് വച്ച് ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടൽ ഇന്ന് ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തും നിലനിൽക്കുന്ന ഏറ്റവും അതിശക്തമായ പരാതി പരിഹാര സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടൽ. ഈ പരാതി പരിഹാര പോർട്ടലിൽ അപേക്ഷിക്കുന്ന പരാതികൾ 30 ദിവസം മുതൽ 45 ദിവസം വരെ
എടുത്തുകൊണ്ട് തീർപ്പ് കൽപ്പിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. എന്തുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സഹകരണ വകുപ്പാണിത്. ടീം ഓഡിറ്റ് കൊണ്ടുവന്നു, ടീം ഇൻസ്പെക്ഷൻ കൊണ്ടുവന്നു, എത്രയോ കാര്യങ്ങളിൽ സഹകരണ നിയമം ഭേദഗതി ചെയ്തു, ചട്ടം ഭേദഗതി ചെയ്തു, ഒത്തിരി പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്ത ഈ സഹകരണ വകുപ്പിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര മാതൃകയിൽ ഒരു പോർട്ടൽ, സഹകരണ വകുപ്പ് മന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടൽ, അത് നിശ്ചിതമായ കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് പരാതികൾക്കും അപേക്ഷകൾക്കും തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉരുത്തിരിഞ്ഞാൽ പുതിയ വർഷത്തിൽ അത് വലിയ മുന്നേറ്റമായിട്ട് മാറും. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ സഹകരണ വകുപ്പും ബഹുമാനായ മന്ത്രിയും സ്വീകരിക്കുമെന്നാണ് ഈ പുതുവർഷത്തിൽ ഒരു പ്രതീക്ഷയായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. സഹകരണ മേഖല ഇന്ന് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി യുവജനങ്ങളുടെ പ്രാതിനിധ്യത്തിലുള്ള കുറവാണ്. നമ്മുടെ ഇടപാടുകാരുടെ കസ്റ്റമർ ബേസ് ഏതാണ്ട് 30% താഴെ മാത്രം യുവാക്കളാണ് സഹകരണ മേഖലയോട് ഇടപാടുകൾ നടത്തുന്നത്. യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികൾ നമ്മൾ ഈ മേഖലയിൽ കുറിപ്പിടിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണം ഒരു സ്റ്റാർട്ടപ്പ് നയം. യുവാക്കളുടെ പദ്ധതികളെ പരിശോധിക്കാനും വേഗതയിൽ വായ്പ അനുവദിക്കാനും കഴിയുന്ന ഒരു പുതിയ യുവജന സഹകരണ വായ്പാ നയം സഹകരണ മേഖലയിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിന് കഴിയുന്ന രൂപത്തിൽ രജിസ്ട്രാറുടെ സർക്കുലർ നിർദ്ദേശങ്ങളും ബൈലോ വ്യവസ്ഥകളുമെല്ലാം ഉരുത്തിരിയട്ടെ. യുവാക്കളെ നല്ല നിലയിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ നമ്മുടെ കസ്റ്റമർ ബേസ് 50% യുവജന പ്രാതിനിധ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ നേട്ടമായിരിക്കും. അപ്പോൾ 2026 പുതിയ സഹകരണ പ്രതീക്ഷകളുടേതായി മാറട്ടെ. നമുക്കറിയാം, നമ്മുടെ മേഖലയിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്ന സന്തോഷം ഇന്ന് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കില്ല. സഹകരണ സെമിനാറുകളിലും ക്ലാസ്സുകളിലും എല്ലാം പങ്കെടുക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ജീവനക്കാരുടെ മുഖങ്ങളിൽ ഇന്ന് നഷ്ടപ്പെട്ടുപോയ ഒരു സന്തോഷമുണ്ട്. കേവലമായ ഒറ്റപ്പെട്ട ചില സഹകരണ സ്ഥാപനങ്ങളിൽ നടന്ന ക്രമക്കേടിൻ്റെ ഭാഗമായി മേഖലയെ ആകെ ആ കണ്ണാടി വെച്ച് നോക്കുകയും മുൻവിധിയോടുകൂടി ജീവനക്കാരുടെ സമൂഹത്തെ സമീപിക്കുകയും സംഘങ്ങളുടെ നഷ്ടസാധ്യതകൾ എന്താണ്, നഷ്ടത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് യഥാർത്ഥത്തിൽ തിട്ടപ്പെടുത്താതെ ഏകമായ കാര്യം ജീവനക്കാർക്ക് ശമ്പളവും അലവൻസുകളും കൊടുക്കുന്നതാണെന്ന ലളിത ന്യായത്തിലേക്ക് തങ്ങളുടെ ന്യായീകരണങ്ങളെ കൊണ്ടുവന്ന് അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന തലത്തിലേക്ക് കേരളത്തിലെ അസ്വസ്ഥമായ സഹകരണ തൊഴിൽ സമൂഹം മാറിയിരിക്കുന്നു. ആ തൊഴിൽ സമൂഹത്തിന് ആശ്വാസം പകരാതെ സംതൃപ്തമായ തൊഴിലാളികളായിരിക്കും കൂടുതൽ നല്ല സേവനങ്ങൾ നൽകാൻ കഴിയുക. കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഓരോ സഹകരണ സ്ഥാപനത്തെയും ലാഭകരമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആധുനികവൽക്കരണത്തിൻ്റെയും പുതിയ സാധ്യതകളുടെയും എല്ലാം പരിശോധനയും പ്രയോഗവും നടപ്പാക്കിക്കൊണ്ട് നമുക്ക് 2026 ശക്തമായ ഒരു സഹകരണ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. നമുക്ക് മുന്നോട്ട് നടക്കാം. പുതുവർഷത്തിലെ സഹകരണം 2026 പ്രവേശിക്കുന്ന മുഴുവൻ സഹകാരികൾക്കും സഹകാര്യം ന്യൂസിന്റെ പുതുവത്സരാശംസകൾ. പോയ വർഷത്തിന്റെ ശക്തിയും ദൗർബല്യങ്ങളും ഒരു വട്ടം കൂടി ഓർത്തെടുക്കുകയും ശക്തിയിൽ അഭിമാനിച്ച് ദൗർബല്യങ്ങളെ മുറിച്ചു കടക്കാൻ ന്യൂ ഇയറിനെ വരവേൽക്കും മുൻപേ പ്രതിജ്ഞ എടുക്കുന്നവരാണ് നമ്മൾ. പുത്തൻ പ്രതിജ്ഞകളുടെ പുതുവർഷക്കാലം. പുതുവർഷത്തെ ഒരു സഹകരണ കാഴ്ചപ്പാടോടെ നോക്കിക്കാണുകയാണ് ഇന്നത്തെ കോപ്പ് ടോക്സിൽ. പോയ വർഷം സഹകരണ മേഖലയുടെ അതിജീവന കാലയളവായിരുന്നു. സുശക്തമായ സഹകരണ കേരളത്തിൽ ഒറ്റപ്പെട്ട ചില മോശം പ്രവണതകളും ക്രമക്കേടുകളും സൃഷ്ടിച്ച കറുത്ത പാടുകളെ മായ്ക്കാനും സഹകരണ അതിജീവനത്തിൻ്റെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാനും 2025 സാക്ഷ്യം വഹിച്ചു എന്ന് പറയാം. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ക്രമക്കേടുകൾ നടന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ്. നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 267 കോടി നിക്ഷേപവും 396 കോടി വായ്പാ ബാക്കിയുമുള്ള സ്ഥാപനമായി നിലനിർത്താൻ സർക്കാർ ഇടപെടലുകൾ കൊണ്ട് സാധ്യമായി. 1 ലക്ഷം രൂപ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് ഇപ്പോൾ തടസ്സമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ബാങ്കിൽ വായ്പാ വിതരണം പുനഃസ്ഥാപിച്ചു. 3000-ലധികം പേർക്കായി 12 കോടിയിൽ പരം രൂപ വായ്പ നൽകിയതായി കണക്കുകൾ പുറത്തുവരുന്നു. കരുവന്നൂർ ബാങ്ക് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ നിന്നും 10 കോടി കരുവന്നൂർ ബാങ്കിന് അനുവദിക്കുകയുണ്ടായി. വിരലിലെണ്ണാവുന്ന മോശം പ്രവർത്തനങ്ങൾ നടത്തിയ സംഘങ്ങളെ ഇനിയും നമുക്ക് കണ്ടെത്താനാകും. കണ്ടലയും BSNL സംഘവുമെല്ലാം ആ ശ്രേണിയിലേക്ക് കടന്നുവരും.
ഇവിടെ ശ്രദ്ധേയമായ കാര്യം ക്രമക്കേടുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമ്പോഴും സഹകരണ സംഘത്തെയും നിക്ഷേപകരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സഹകരണ വകുപ്പ് സ്വീകരിച്ചതെന്ന് കാണാം. ഈ നിലപാട് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കരുത്തുപകരും. 23,200 സഹകരണ സ്ഥാപനങ്ങളുടെ നാടാണ് ഇന്ന് കേരളം. കേരളം രൂപം കൊള്ളുമ്പോൾ 3000 സഹകരണ സ്ഥാപനങ്ങളായിരുന്നു സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത് എന്നുകൂടി ഈ വേള നാം ഓർക്കേണ്ടതുണ്ട്. 2024 സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം 1,28,000 കോടി നിക്ഷേപവും 1,04,000 കോടി വായ്പാ ബാക്കിയുമുള്ള ബൃഹത്തായ സഹകരണ സാമ്പത്തിക രംഗമാണ് കേരളത്തിൽ നിലവിലുള്ളത്. വർദ്ധിക്കുന്ന കുടിശ്ശികയും നഷ്ടവും ഇന്ന് സഹകരണ വായ്പാ മേഖല നേരിടുന്ന വെല്ലുവിളിയാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്നത് സാധാരണക്കാരാണ്. ചെറുകിട ജോലികളിലെയും കാർഷിക വരുമാനത്തിലെയും അനിശ്ചിതത്വം തിരിച്ചടവിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു സാമ്പത്തിക സ്ഥാപനം എന്ന നിലയിൽ സഹകരണ സംഘത്തിന് നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. നിക്ഷേപമെടുത്താണ് നിബന്ധന പ്രകാരം വായ്പ നൽകിയത്. വായ്പ കൃത്യമായി തിരിച്ചു വന്നില്ലെങ്കിൽ യഥാസമയം നിക്ഷേപം മടക്കിക്കൊടുക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് ആകാതെ വരും. ഇത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിക്കും. സാധ്യമായ എല്ലാ ഇളവുകളും നൽകി വായ്പകൾ തിരിച്ചുപിടിക്കുക എന്നതാണ് സ്വീകരിക്കാവുന്ന പ്രായോഗിക സമീപനം. സഹകരണ വകുപ്പിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതികൾ ഇക്കാര്യത്തിൽ ആശ്വാസമാണ്. ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ ഭരണസമിതികൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം അനുവദിക്കുന്നതാകും കുടിശ്ശിക കുറയ്ക്കാൻ സഹായകമായ ഒരു കാര്യം. ഇത്തരം ഇളവുകൾക്ക് ഉടനടി പരിശോധനയും അംഗീകാരവും നൽകാൻ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർമാർക്ക് ചുമതല നൽകുകയാകും അഭികാമ്യം. ഏക കിടപ്പാട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. സഹകാരികളായ വായ്പക്കാർ ഇനി വായ്പ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ലളിതയുക്തിയിലേക്ക് സമാധാനം കൊള്ളുന്നുണ്ട്. ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അപൂർവ വായ്പകളെ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാര്യങ്ങളിൽ പുതുവർഷത്തിൽ ഒരു സഹകാരി ബോധവൽക്കരണമാകാം. കസ്റ്റമർ മീറ്റുകൾ വ്യാപകമായി സംഘടിപ്പിക്കപ്പെടണം. യുവജനങ്ങളെ സഹകരണ സ്ഥാപനങ്ങളോട് അടുപ്പിക്കാൻ കഴിയുന്ന സമൂർത്ത ഇടപെടലുകളാണ് പുതിയ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇടപാടുകാരുടെ ഏജ് ഗ്രൂപ്പ് പരിശോധിച്ചാൽ യുവജന പങ്കാളിത്തം 30% താഴെയാണെന്ന് വരുന്നു. വേഗതയുടെയും ആധുനികതയുടെയും പിന്നാലെയാണ് യുവത്വം. ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കാൻ പലപ്പോഴും സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയാതെ വരുന്നു. യുവാക്കൾക്ക് സംരംഭക വായ്പകൾ ലഭ്യമാക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയണം. സഹകരണ വായ്പാ മേഖലയും ഒരു സ്റ്റാർട്ടപ്പ് വായ്പാ നയം കൊണ്ടുവരണം. അതിനുതകുന്ന ബൈലാ വ്യവസ്ഥകളും രജിസ്ട്രാറുടെ സർക്കുലറുകളും ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല ഇന്ന് TDS ഭീഷണിയിലാണ്. ഈ കാര്യത്തിൽ ആവശ്യത്തിലധികം ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നവരാണ് നമ്മൾ. നിയമത്തിലെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വൈഷമ്യങ്ങളെ മുറിച്ചു കടക്കാൻ നിയമപോരാട്ടം തുടരുമ്പോഴും മാനസികമായി മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും സഹകാരികളെ ബോധവൽക്കരിച്ച് സംഘങ്ങളിലെ ഇടപാടുകാരായി നിലനിർത്താനും ഓരോ സഹകരണ സംഘവും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട കാലയളവാണിത്. സഹകരണം ഒരു സാമൂഹ്യ സേവന പ്രസ്ഥാനമാണ്. സാമൂഹ്യ പ്രതിബദ്ധത ഒരു സഹകരണ തത്വമാണ്. പെരുകുന്ന നഷ്ടം സഹകരണ മേഖല നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ലാഭം ഉറപ്പുവരുത്തിയാലേ ഒരു സഹകരണ സ്ഥാപനത്തിന് സാമൂഹ്യ സേവന പദ്ധതികൾ കാര്യക്ഷമമായി ഏറ്റെടുത്ത് നടത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ വസ്തുത തിരിച്ചറിയാതെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഗൗരവമില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് നമുക്ക് കാണാനാകും. ഓരോ സഹകരണ സ്ഥാപനവും അതിൻ്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കുക, ആസ്തികൾ വർദ്ധിപ്പിക്കുക, ലാഭത്തിൽ നിന്നും നീക്കിവെക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് സഹകാരികൾക്കും പൊതുസമൂഹത്തിനും ഗുണകരമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതാണ് ശരിയായ രീതി. സഹകരണ നിയമവും ചട്ടവും വിപുലമായ ഭേദഗതികൾ വരുത്തിയ കാലയളവാണ് കഴിഞ്ഞു പോകുന്നത്. സഹകരണ മേഖലയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ധാരാളം ഭേദഗതികളാണ് നിയമമായി മാറിയത്. ടീം ഓഡിറ്റും പുതിയ പരിശോധനാ രീതികളും സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ തടയാനും സുതാര്യത വർദ്ധിപ്പിക്കാനും സഹായകമാണ്. ഫയലുകളിലെ കാലതാമസം സഹകരണ മേഖല നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ജീവനക്കാരുടെ കുറവാണ് ഇതിനു കാരണമായി സഹകരണ വകുപ്പ് പറയുന്ന ന്യായം. കുറവ് മാത്രമല്ല, മനോഭാവവും ഒരു പ്രധാന സംഗതിയാണ്. ലഭിച്ച ഫയലുകളിൽ 2-3 വർഷം തീരുമാനമെടുക്കാത്ത സ്ഥിതിവിശേഷം സഹകരണ മേഖലയിൽ ഒരു യാഥാർത്ഥ്യമാണ്. കാര്യക്ഷമമായ ഫയൽ തീർപ്പാക്കൽ സംവിധാനം സഹകരണ മേഖലയിൽ ഉറപ്പാക്കാൻ സഹകരണ വകുപ്പിനാകണം. സംതൃപ്തമായ തൊഴിൽ അന്തരീക്ഷം പ്രധാന സംഗതിയാണ്.
ഇന്ന് സഹകരണ തൊഴിൽ രംഗം അസ്വസ്ഥമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ച് മുൻവിധിയോടെയുള്ള സമീപനങ്ങൾ സംഘത്തിൻ്റെ നഷ്ടത്തിൻ്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്തി പരിഹാര നടപടി സ്വീകരിക്കുന്നതിന് പകരം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കൽ ഇവയെല്ലാം തൊഴിൽ മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുന്നു. ഭരണസമിതിയും ജീവനക്കാരും ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലയളവാണിത്. അതിനാവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹകരണ വകുപ്പിനാകണം. സഹകരണ ബാങ്കിംഗ് മേഖല മാത്രമല്ല, സഹകരണത്തിൻ്റെ ഇതര മേഖലകളിലും പുത്തൻ ചിന്തകളും പുത്തൻ പദ്ധതികളും ഉയർന്നു വരണം. കാലത്തിനൊത്തു മാറാനും പുതിയ സേവന സാധ്യതകൾ തേടാനും മികച്ച കസ്റ്റമർ റിലേഷൻ ഉറപ്പാക്കാനും ലാഭക്ഷമത ഉറപ്പാക്കാനും കഴിയുന്ന കർമ്മ പദ്ധതിയാണ് വേണ്ടത്. അപജയങ്ങളെ തിരിച്ചറിഞ്ഞ് പുതിയ കാലത്തിൻ്റെ ശക്തി ആവാഹിക്കാൻ കരുത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തെ നമുക്ക് പുനർസൃഷ്ടിക്കാം. ഒരുവൻ എല്ലാവർക്കും, എല്ലാവരും ഒരുവന് എത്ര സുന്ദരമായ സഹകരണ സങ്കല്പമാണ്. നമുക്ക് പുതിയ വെളിച്ചത്തിലേക്ക് നടക്കാം.